ലാവണ്ടർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. ആദ്യം തന്നെ ഉമ്മച്ചി ഇവിടെ കറി വെക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് സബോളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സബോള വേഗം വഴണ്ട് കിട്ടും. ഇനി നമുക്ക് സബോള നന്നായിട്ട് വഴണ്ട് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സബോള ഒന്ന് വഴണ്ട് വരുന്നവരെ 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. പിരിയൻ മുളക് പൊടിയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ ഇറച്ചി മസാലയാക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം ചേർത്ത് ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒരുപാട് നേരം വേവിക്കുകയൊന്നും വേണ്ട. ഓൾറെഡി ഫ്രൈ ആയിരിക്കുന്ന ചിക്കൻ ആണല്ലോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അത്രയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ ഒരുപാട് ചാറാക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിയിട്ട് ഒന്ന് തിള വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കറി പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. അതിൻ്റെ ചിരിയാണ് ഉമ്മച്ചിൻ്റെ മുഖത്ത് കാണുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വിശേഷവുമായി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ ബൈ.